CPM ഇടുക്കി ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ മത്സരിപ്പിക്കാൻ MM മണിയെ മാറ്റിയത് തിരിച്ചടിയായി എന്നാണ് വിമർശനം. ഉടുമ്പൻചോലയിലെ തോൽവിക്ക് SIRും കാരണമായി എന്ന് വിലയിരുത്തലുണ്ട്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഇടുക്കിയിലെ പരാജയം അത് വലിയ തിരിച്ചടിയാണെന്ന് പാർട്ടി ഇപ്പോൾ തിരിച്ചറിയുന്നു. പ്രത്യേകിച്ചും അവിടെ നടന്ന ചർച്ചകളിൽ വ്യക്തമാണല്ലോ. ഇടുക്കി ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന നേതൃത്വത്തിന് രൂക്ഷ വിമർശനം തന്നെയുണ്ട്. MM മണിയെ മാറ്റിയത് ശരിയായില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ചയിൽ വന്നല്ലോ. കൂടുതൽ വിവരങ്ങൾ സുബിൻ തോമസ്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം ഇടുക്കി ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ഉടുമ്പൻചോലയിലെ MM മണിയുടെ സ്ഥാനാർത്ഥിത്വം. അത് സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റി ഐക്യകണ്ഠേന ഉടുമ്പൻചോലയിൽ MM മണിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിന് കത്ത് നൽകുകയും എന്നാൽ സംസ്ഥാന നേതൃത്വം അവിടെ അത് വെട്ടുകയുമാണ് ഉണ്ടായത്. സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും അവിടെ സ്ഥാനാർത്ഥി മാറി KK ജയചന്ദ്രനെ ഈ ഉടുമ്പൻചോലയിലേക്ക് കെട്ടിയിറക്കി എന്നുള്ളൊരു ആരോപണം ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അത് സാധൂകരിക്കത്തക്ക വിധത്തിലാണ് നിലവിൽ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ എന്തായാലും വിമർശനം ഉയർന്നിരിക്കുന്നത്. MM മണിയെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ, അതായത് ദേവികുളം, ഉടുമ്പൻചോല മണ്ഡലങ്ങളിൽ ഈ തിരിച്ചടി ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് എന്തായാലും പാർട്ടി ജില്ലാ കമ്മിറ്റിക്കുള്ളത്. അത് അവിടെ അവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഉടുമ്പൻചോലയ്ക്ക് അപ്പുറം ദേവികുളത്തെ ഒരു പരാജയം അത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളതാണ് വിലയിരുത്തിയിട്ടുള്ളത്. അവിടെ രാജേന്ദ്രൻ കടന്നു വരും, NDA സ്ഥാനാർത്ഥിയായി രാജേന്ദ്രൻ കടന്നു വന്നത് വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളൊരു വിലയിരുത്തലിലാണ് എന്തായാലും CPM ജില്ലാ കമ്മിറ്റി ഉള്ളത്. ഇത്തരത്തിൽ ഏകദേശം 20,000-ഓടടുത്ത് വോട്ടുകൾ അവിടെ രാജേന്ദ്രൻ NDAക്കായി നേടുകയുണ്ടായി. ആ വോട്ടുകളെല്ലാം തന്നെ CPMൽ നിന്ന് പോയതാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഈ ജില്ലാ കമ്മിറ്റി ഉള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, സംസ്ഥാന വ്യാപകമായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇടുക്കി ജില്ലയിൽ ഒരു പക്ഷം ഈ പിണറായി വിജയനും അതോടൊപ്പം തന്നെ MV ഗോവിന്ദനെയും പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതായത് നെടുങ്കണ്ടം, ശാന്തൻപാറ ഏരിയ കമ്മിറ്റി പ്രതിനിധികളാണ് ഇത്തരത്തിൽ പിണറായി വിജയനും അതോടൊപ്പം തന്നെ MV ഗോവിന്ദനും പിന്തുണ അറിയിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് ഈ തോൽവിയുടെ ഭാരം ഈ ഇരുവരിൽ മാത്രം അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതല്ല, എല്ലാ ആളുകൾക്കും, അതായത് എല്ലാ നേതാക്കന്മാർക്കും അതോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തകർക്കെല്ലാം തന്നെ അതിൽ വലിയ രീതിയിലുള്ള പങ്കുണ്ട്. അത് പരിശോധിച്ച് കീഴ്ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തി എവിടെയാണ് വോട്ട് ചോർച്ച ഉണ്ടായതെന്നടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിൽ പരിശോധന നടത്തണമെന്നുള്ളൊരു കാര്യമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്നത്. അതോടൊപ്പം തന്നെ ഈ പീരുമേട്ടിലെ CPIയുടെ തോൽവി, അവിടെ CPI കൃത്യമായി പ്രവർത്തനം നടത്തിയില്ല എന്ന തരത്തിലൊരു വിമർശനം അത് CPM ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. CPMന്റെ എല്ലാ ഘടകങ്ങളും ഈ പീരുമേട് മണ്ഡലത്തിൽ പ്രവർത്തിച്ചപ്പോൾ CPIയുടെ ഘടകങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ഘടകകക്ഷികളും ഈ പീരുമേട് മണ്ഡലത്തിൽ പ്രവർത്തിച്ചില്ല. സ്വന്തം CPI നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി CPIയുടെ ജില്ലാ സെക്രട്ടറി മത്സരിച്ച മണ്ഡലത്തിൽ CPIയുടെ പ്രവർത്തകർ വലിയ രീതിയിൽ ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നൊരു വിമർശനം എന്തായാലും ഇടുക്കി ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ ജില്ലാ കമ്മിറ്റിക്ക് സംസ്ഥാന നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ CPIക്കുമെതിരെ ഉയർത്തിയാണ് എന്തായാലും ഈ ഇടുക്കി ജില്ലാ യോഗം നിലവിൽ സമാപിച്ചിട്ടുള്ളത്. അതെ, വ്യക്തമാണ്. ഇടുക്കി CPM ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷമായ വിമർശനമാണ് സംസ്ഥാന കമ്മിറ്റിക്കെതിരെ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് ഉടുമ്പൻചോല മണ്ഡലത്തിലെ പരാജയം പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി എന്ന് തിരിച്ചറിയുന്നു. അത് മാത്രമല്ല, MM മണിയെ മത്സരിപ്പിക്കാതെ പോയത് അത് ശരിയായ തീരുമാനമായില്ല എന്നുള്ളതും CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി വിലയിരുത്തുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്.